ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ കൊണ്ടുള്ള ഒരു പുതിയ റെസിപ്പിയാണ്. അതിനായി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 2 മാങ്ങ അരിഞ്ഞെടുത്തതാണിത്. പിന്നെ ആവശ്യമുള്ളത് 1.5 മുറി തേങ്ങ, 1 ടീസ്പൂൺ കടുകും 1 ഇല്ലി വേപ്പിലയും 2 പച്ചമുളകും ചേർത്ത് അരച്ചെടുത്ത അരപ്പാണിത്. പിന്നീട് വേണ്ടത് നമുക്ക് പൊട്ടുകടല വറുത്ത് പൊടിച്ചതും കാശ്മീർ മുളകും വേപ്പിലയും കൂടി വറുത്ത് പൊടിച്ചതാണിത്. പിന്നെ ഉലുവപ്പൊടി, കടുക്, വേപ്പില, കായം, മഞ്ഞൾപ്പൊടി, കടുകെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. കയ്യിൽ കടുകെണ്ണ ഒഴിച്ചിരിക്കുന്നു. കടുക് പൊട്ടിച്ചു. ഇനി 2 ഇല്ലി വേപ്പിൻ്റെ ഇല, ഇതിപ്പോൾ ഞാൻ ചട്ടിയിൽ കടുക് പൊട്ടിച്ച് ചട്ടിയിൽ മാങ്ങ ഇട്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കണം. ബാക്കിയുള്ള ഇതിൽ ചേർക്കാനുള്ള എല്ലാതും നമുക്കിതിൽ വെന്തതിന് ശേഷമാണ് ചേർക്കുക. അപ്പോൾ ഇതൊന്ന് 10 മിനിറ്റ് വേവട്ടെ. ഇനി നമുക്കിതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി പൊട്ടുകടലയുടെ പൊടി, അത് കുറച്ച് ഒരു 2 ടീസ്പൂൺ 3 ടീസ്പൂൺ ഇട്ടാൽ ടേസ്റ്റ് കൂടുതലുണ്ടാകും. പൊട്ടുകടലയുടെ പൊടി ഇടുമ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇനിയാണ് നമുക്ക് അരപ്പ് കൂട്ടേണ്ടത്. ഇനി നമുക്കിതിൽ അരപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇത് കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓഫാക്കിയതിന് ശേഷം കടുക് പൊട്ടിക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ കടുക് പൊട്ടിക്കുന്നത്. കാരണം കടുകെണ്ണ ചിലപ്പോൾ എല്ലാത്തിനും കടുകെണ്ണ ഉപയോഗിച്ച് കടുകെണ്ണ ചിലർക്ക് ആ ടേസ്റ്റ് പറ്റിയില്ലെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ്. ഇത് ഉണക്കമുളക്, സാധാ മുളകാണ്, കാശ്മീരി അല്ല. അതിൽ ശകലം എരിവ് കുറവുള്ളത് പോലെ തോന്നി, അപ്പോൾ ഞാൻ ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത്.